നോക്കിക്കൂടെ? കിട്ടില്ല. അതൊന്ന് ചെക്ക് ചെയ്യാം. ഹലോ ഹലോ ചേട്ടാ, എവിടാണ്? ഓക്കെ. അതായത് ഇന്ന് നമ്മൾ എല്ലാവരും എല്ലാം കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ കേൾക്കുന്ന ആളാരാണ്? കേൾക്കുന്ന ആളെന്ന് വെച്ചാൽ നമ്മളെന്ന് പറഞ്ഞ ആളാണ് കേൾക്കുന്നത്. ഞാനെന്ന് പറഞ്ഞ ആളവിടെ ഇല്ല. ഞാൻ എന്ന് പറയുന്നൊരു അനുഭവം അവിടെ ഇല്ല. നമ്മളാണ് കേൾക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞ് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു അനുഭവമാണ് കേൾക്കുന്നത്. അത് ഞാനെന്ന് പറഞ്ഞ അനുഭവം കേൾക്കുമ്പോൾ അവിടെ അഹങ്കാരമില്ല, വാശിയില്ല. എന്നെ ഒരാൾ ചൂഷണം ചെയ്ത് എനിക്ക് വേണ്ടിയിട്ടൊരു പ്രശ്നം. ഇത് എന്തുകൊണ്ടാണ് എല്ലാവരും പല ലഹരി, മയക്കുമരുന്ന്, ലൈംഗിക ആസക്തി ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ പുറകെ പോകുന്നത്? എന്തുകൊണ്ടാണ്? നമ്മളെന്ന് പറഞ്ഞ സ്റ്റേറ്റില്ല. അതെ, അതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ കേൾക്കത്തില്ല. കാരണം നമ്മളുടെ അവസ്ഥ മാത്രമേ അവിടെ ഉള്ളൂ. ഞാനെന്ന് പറഞ്ഞ അവസ്ഥയിൽ കുറെ തീരുമാനങ്ങളും സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചേർന്നിട്ടാണ് ഇവർ കേൾക്കുന്നത്. അതെ, അതുകൊണ്ട് സൈലൻസ് ഇല്ല. കുറെ നോയ്സ് ഉണ്ട്. നോയ്സ് ഉണ്ട്, സൈലൻസ് ഇല്ല. സൈലൻസ് വരണമെങ്കിൽ ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കണം. അപ്പോഴാണ് സൈലൻസ് വരുന്നത്. അപ്പോഴേ സൈലൻസ് വരത്തുള്ളൂ, അല്ലെങ്കിൽ സൈലൻസ് വരത്തില്ല. അതുകൊണ്ട് പലരും സൈലൻസ് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരുന്നാലും ഉണ്ടാകും. മിണ്ടാതിരുന്നാലൊന്നും സൈലൻസ് ആകത്തില്ല. സൈലൻസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഞാനെന്ന് പറഞ്ഞ അവസ്ഥയിൽ കൃത്യമായിട്ടുള്ള അനുഭവം സൃഷ്ടിക്കണം. അവിടെയാണ് ശ്വാസം, അല്ലെങ്കിൽ ഭക്ഷണം, എല്ലാ സംഭവത്തിലും ഉണ്ട്. ഈ ഭാഗത്തുള്ള പ്രാപ്തിയുണ്ട്. പക്ഷേ ഇത് നടക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ കുട്ടികളുടെ ആ കുട്ടിത്തത്തിൽ മോശമായിട്ട് ഇടപെടുന്നു. അവരിപ്പോൾ കളിക്കാനിരിക്കുകയായിരിക്കും, അപ്പോൾ ഒന്ന് വിളിച്ചുകൊണ്ട് പോകും, ഭക്ഷണം കഴിക്കും, അത് ഇത്. അപ്പോൾ അവർക്ക് ആ ഒരു തുടർച്ച അനുഭവത്തിൽ കിട്ടുന്നില്ല. അങ്ങനെ വേദനിപ്പിക്കുന്ന കുറേ അനുഭവങ്ങൾ ചെറുപ്പത്തിൽ കിട്ടി. ഈ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ആണ് ചേർത്ത് വെച്ചിട്ട് ഞാനെന്ന് പറയുന്ന ഒരു രൂപം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വേദനയാണ് എല്ലാവരുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. പറയും ബോൺ വിത്ത് പ്രോബ്ലംസ് എന്ന് പറയും. പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല. ബോൺ വിത്തൗട്ട് പ്രോബ്ലംസാണ്. ജനിച്ചത് പ്രശ്നങ്ങൾ ഇല്ലാണ്ടാണ്. പക്ഷേ ഇത് എപ്പോൾ എൻ്റെ ജീവിതം നിങ്ങൾക്കാർക്കും അറിയാൻ പാടില്ല. എൻ്റെ ജീവിതം നിങ്ങൾക്കാർക്കും അറിയാൻ പാടില്ല. കാരണം എന്താ? കാരണം ചെറുപ്പത്തിൽ കിട്ടിയ വേദനയും നിങ്ങൾ അതുകൊണ്ട് അയാൾക്കും അറിയില്ല എന്താണ് സംഭവിക്കണമെന്ന്. അതെ, മുജ്ജന്മ പ്രാരാബ്ദം എന്നൊക്കെ പറയുന്നുണ്ടല്ല. എന്താ സത്യത്തിൽ ഈ അച്ഛനും അമ്മയും ഇട്ടുകൊടുത്ത ഈ പ്രശ്നങ്ങൾ മാത്രമാണ്. അത്രേ ഉള്ളൂ. അല്ലാണ്ട് മുൻജന്മ പ്രാരാബ്ദം ഒന്നുമില്ല. മുൻജന്മം എന്ന് പറയുന്ന കഥ തന്നെ ഒരു പൊട്ട കഥയാണ്. അങ്ങനെ ഒരു പരിപാടിയിൽ മുൻജന്മവും പുനർജന്മവും ഒക്കെ മനുഷ്യൻ സങ്കല്പത്തിലുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ആ സങ്കല്പത്തിനെ പിടിച്ചോണ്ടിരിക്കുന്ന മാതാപിതാക്കളാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ കുട്ടികളും പെട്ടുപോയത്. അതെ. ഇപ്പം ഈ ജനനം, ജീവിതം, ഈ മുൻജന്മം എന്ന് പറഞ്ഞ ഭാഗം നമ്മൾ എടുക്കാണ്ട് ദൈവവിശ്വാസം, ദൈവസൃഷ്ടിയും ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന ഭാഗം കൃത്യമായിട്ട് കൊണ്ടുവന്നാൽ ഞാൻ എന്ന് പറഞ്ഞ സംഭവത്തെ കാണാം. ഞാൻ എങ്ങനെ അനുഭവത്തെ സൃഷ്ടിക്കാം? അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയം മാറി. എന്നിട്ട് ഞാനെന്ന് പറഞ്ഞ ഭാഗത്തോട്ട് പോകാൻ വരെ പേടിയാണ്. ഞാൻ ഒറ്റപ്പെട്ടു പോകും എന്ന് പറഞ്ഞൊരു ആശങ്കയാണ് അവിടെ വരുന്നത്. ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നുള്ള ഭയമാണ്. എന്താ കാരണം? എന്താണ്? ഞാൻ ഉണ്ടാക്കിയ അനുഭവം ഇല്ല. വേറെ പലതും ഉണ്ടാക്കിയ അനുഭവം മാത്രമേ അവർക്കുള്ളൂ. അതെ. അപ്പം ഞാനെന്ന് പറഞ്ഞ അനുഭവത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും ആരും അഹങ്കാരമില്ല. മറ്റൊരാളെന്നെ നിയന്ത്രിക്കുന്നു, മറ്റൊരാൾ ചൂഷണം ചെയ്യുന്നു, എനിക്ക് വേണ്ടിയിട്ട് സ്വത്തുക്കൾ ഉണ്ടാക്കണം. ഇതെല്ലാം നമ്മൾക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് വേണ്ടിയിട്ട് സ്വത്തുക്കൾ ഉണ്ടാക്കണ്ട, അല്ലേ? ഇപ്പോൾ എന്താ നമ്മൾ കണ്ട സിനിമയുടെ വരുന്നത് മായ, സർവം മായയിൽ അവനോട് മറ്റേ പ്രഭ ഇന്ദുവിനോട് മറ്റേ സഹോദരനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കുന്നത്? നാളെ നീ ജീവിച്ചിരിക്കുന്ന ഉറപ്പുണ്ടാ? നീ അനുഭവത്തിലാണ് ജീവിച്ചിരിക്കുന്നത്, അല്ലേ? നാളെ ജീവിക്കുന്നില്ലാരും. നാളെയിലല്ല, നമ്മൾ അനുഭവത്തിലാണ് ജീവിക്കുന്നത്. അവിടെ ഉറപ്പല്ലേ? 100% ഉറപ്പാണ്. പക്ഷേ ഈ ഭാവം ആർക്കും അറിയത്തില്ല. കാരണം നാളെ എന്നുള്ളത് ഒരു സങ്കല്പത്തിൽ ഉണ്ടായി വന്നതാണെന്ന് പോലും പിടുത്തം കിട്ടാത്ത രീതിയിലാണ് സംസാരം വരുന്നത്. അതെ. കാരണം ഇപ്പൊ ഈ തൊടുമ്പോ അനുഭവിക്കണ ഈ ഫീൽ അല്ലാതെ വേറൊരു സംഭവം ഇല്ലല്ലോ. ബാക്കിയെല്ലാം സങ്കല്പത്തിൽ മാത്രമല്ലേ ഉള്ളൂ. തൊടുമ്പോ അനുഭവിക്കുന്ന ഭാഗം നമ്മളുടേതാണ്. കാരണം തൊട്ടത് കൊണ്ട് നമ്മളാണ്. ഞാനെന്ന് പറയുന്ന അനുഭവം അത് മറ്റൊന്നും വന്നിട്ടല്ല. നിരന്തരമായിട്ട്
നമ്മളിൽ ഉണ്ടാക്കിക്കൊണ്ടുവരാവുന്ന ഒന്നാണ്. അവിടെ ശ്വാസം, ഭക്ഷണം, ശബ്ദം, വിളിച്ച് ഇതെല്ലാം ചേർന്ന് ഒരുമിച്ച് വരികയാണ്. ഈ തൊടുക എന്ന് പറഞ്ഞാൽ എല്ലാം വേറിട്ട് നിൽക്കുന്ന അനുഭവങ്ങളാണ്. അല്ല, ആ ഞാനെന്ന് പറയുന്ന അനുഭവം നിരന്തരം നമ്മളെ തൊട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ജീവനോടുണ്ട് എന്ന് അറിയണത്. അത് തൊടുകയല്ല, അത് അങ്ങനെയാണ്. കാരണം മറ്റൊന്ന് വന്നാലാണ് രണ്ടാകുന്നത്. ഈ രണ്ടില്ല, അത് ഒന്നേ ഉള്ളൂ. അതെ, ആ ഫീൽ അവിടെ ഉണ്ട് ഫുൾ ടൈം. അതെ, അത് എന്നും ഒരുപോലെയുള്ളതാണ്. അത് രണ്ടാകുമ്പോഴാണ് കുഴപ്പം വരുന്നത്. അപ്പോഴാണ് സംശയം വരുന്നത്, മറ്റൊരാളിനെ നിയന്ത്രിക്കുന്നു, അപ്പോഴാണ് എപ്പോഴും ഒരു റിലേറ്റിവിറ്റി വേണ്ടത്. അതെ അതെ അതെ, അത് സമൂഹത്തിൽ മനുഷ്യൻ്റെ ഭാഗത്ത് മനസ്സിലുള്ളതാണ്. മറ്റേ ഞാനെന്ന് പറയുന്നത് ആത്മാവിലുള്ളതാണ്. ഞാൻ മാത്രം, വേറെ ആർക്കും അവിടെ ഇടപെടാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ വ്യക്തി എന്ന് പറയുന്ന ഭാഗം ആകത്തുള്ളൂ. അല്ലെങ്കിൽ സമൂഹം തന്നെത്താൻ അനുഭവത്തെ സൃഷ്ടിക്കുമ്പോഴാണ് കൃത്യമായിട്ട് ജീവിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് പ്രായം കൂടത്തില്ല. അവിടെ പ്രായത്തെ ഭേദിച്ച്, രോഗത്തെ ഭേദിച്ച്, രോഗത്തിനുള്ള സാധ്യതയില്ല. രോഗം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അനുഭവത്തെ തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ അനുഭവത്തെ തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമ്പോൾ, കൃത്യമായിട്ട് അനുഭവത്തെ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കണം. അപ്പോൾ ഈശ്വരന്മാരൊക്കെ പോകും, എല്ലാ വിശ്വാസവും തകർന്നു പോകും, വിശ്വാസത്തിന് പ്രസക്തി ഇല്ലാണ്ടാവും. ഈ എക്സിസ്റ്റൻസ് എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യണതെന്ന് അറിയണതാണ് ഈ പറയുന്ന ഞാനെന്ന അനുഭവം. അപ്പൊ അതിനൊരിക്കലും ചുറ്റുപാടുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് ഇപ്പൊ എല്ലാവരും തിരിച്ചറിവ് എന്ന് പറയുന്ന ഭാഗം വർക്ക് ചെയ്യുന്നത്. അതെ. അപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് ആ ഞാനെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പൂർണ്ണമായിട്ടൊരു വ്യക്തി വരണമെങ്കിൽ ഈ പറയുന്ന ഫ്രീഡം ആ വ്യക്തിക്ക് വേണം, എന്നാലേ പറ്റുള്ളൂ. അതെ, ഫ്രീഡം എങ്ങനെ കിട്ടും? ഫ്രീഡം എന്ന് പറയുന്നത് അവനവൻ അനുഭവിക്കണം. അതെ, ഞാനായിട്ട് അനുഭവത്തെ സൃഷ്ടിക്കണം. അതെ, അപ്പോഴാണ് ഫ്രീഡം വരുന്നത്. അപ്പോൾ ഞാൻ ഡോക്ടറാണ്. ഞാൻ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഞാനല്ല ഡോക്ടർ, ഇല്ല, സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ് ഡോക്ടർ. പിന്നെ ഫുൾ ടൈം അത് ഡോക്ടറായിട്ട് നിൽക്കാനും പറ്റൂല. അതെ, അതിന് സമൂഹത്തിൻ്റെ ഭാഗമാണ്. ഭാര്യ എന്ന് പറയുന്നത് ഞാനല്ല, അതെ, അത് സമൂഹത്തിൻ്റെ ഭാഗമാണ്. ഭർത്താവ്, കള്ളൻ, റൗഡി, ഇതൊക്കെ സമൂഹത്തിൻ്റെ സൃഷ്ടി. മനസ്സിലായി? ഞാനെന്ന് പറയുന്ന അനുഭവത്തിൽ ആർക്കും കൈകടത്താൻ പറ്റത്തില്ല. അവിടെയാണ് സ്വാതന്ത്ര്യം. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഭാര്യയായിട്ടിരിക്കാം, ഭർത്താവായിട്ടിരിക്കാം, കാമുകനായിട്ടിരിക്കാം, കാമുകിയായിട്ടിരിക്കാം, പക്ഷേ പാചകക്കാരനാകാം, ഡോക്ടറാകാം, എൻജിനീയറാകാം. അതെല്ലാം സമൂഹം ഉണ്ടാക്കിയതാണ്. ഞാനുണ്ടാക്കിയത് തികച്ചും സ്വകാര്യമാണ്. അതിനകത്ത് കണ്ടാമിനേഷൻ ഇല്ല, അതിനകത്ത് ആർക്കും ഇടപെടാൻ പറ്റത്തില്ല. അത് ഞാനുണ്ടാക്കിയത്. അങ്ങനെ ഞാനായിട്ടിരിക്കുമ്പം ഈ പറയുന്ന കെട്ടുപാട് കംപ്ലീറ്റ് വിട്ടുപോകും. അതിന് ആവശ്യമില്ലാണ്ടാവും. ആവശ്യം ഉണ്ടെങ്കിലുണ്ട്. ഇപ്പോൾ നമ്മളൊരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറി പോകുന്നു, ഞാൻ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറുന്നു. അപ്പോൾ അവിടെ നമ്മളെന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അടുത്തിരിക്കുന്ന ആളെ ബഹുമാനിക്കണം. ഞാൻ എന്നിലെ അനുഭവമുണ്ട്, അടുത്തിരിക്കുന്ന ആളെന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ അനുഭവമുണ്ട്. അതും മാനേജ് ചെയ്യാം, ഇതും മാനേജ് ചെയ്യാം. പക്ഷേ ഒരു മാരേജ് ഒക്കെ ആകുമ്പോൾ അവിടെ ഒരു എഗ്രിമെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് രണ്ടും ബാലൻസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അവിടെ എപ്പോഴും ആ വ്യക്തിക്ക് ഈ ഞാനെന്ന് പറയുന്ന അവസ്ഥക്കാണ് സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ ആ സംഭവം വിട്ടുപോകും അവിടെ. അതായത് ഞാനെന്ന് പറയുന്ന അവസ്ഥക്ക് സ്ഥാനം കൊടുക്കാതെ വിവാഹം കഴിച്ച്, അതെ, അപ്പോൾ അവിടെ കൂട്ടായ്മയുടെ എഗ്രിമെന്റിന്റെ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. സമൂഹത്തിന്റെ പാട്ട് മാത്രമേ ഉള്ളൂ. കാരണം ലൈംഗികമായിട്ടുള്ള അനുഭവം വന്നു. അപ്പോൾ എന്ത് പറ്റി? ഞാനെന്ന് പറഞ്ഞ അനുഭവത്തെ എടുക്കാൻ പറ്റാണ്ടായി. ഞാനെന്ന് പറഞ്ഞ അനുഭവത്തെ എടുത്തിട്ടാണ് ഒരു ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട കല്യാണം കഴിക്കുക എന്നുള്ള ഭാഗം എടുക്കേണ്ട. ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്ന ഭാഗം എടുത്താൽ മതി. അപ്പോൾ ലൈംഗികമായിട്ടുള്ള അനുഭവം ഞാനായിട്ട് ഒരു അനുഭവത്തെ സൃഷ്ടിക്കാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്ന് പറഞ്ഞ അനുഭവത്തിനാണ് പ്രാധാന്യം. കാരണം ആ ഒരു സാധനം എപ്പോഴും ബോഡിയിൽ കിടന്ന് കളിക്കും. അതെ, അതുകൊണ്ടാണ് സമൂഹത്തിൽ എന്ന് സാമൂഹ്യ പ്രതിബദ്ധത ഭയങ്കരമായിട്ട് തലയെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ജീവിതം സ്വസ്ഥമാക്കാൻ പറ്റത്തില്ല. പക്ഷെ അതും സത്യത്തിൽ അവരുടെ ആ സങ്കല്പത്തിലാണ് ഇത് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഈ സങ്കല്പത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ആ സംഭവം വിട്ടുപോവുകയും ചെയ്യും. അതെ, ഒരു പെണ്ണിന്റെ നഗ്നമായ ഭാഗം നമ്മുടെ സങ്കല്പത്തിൽ നമ്മൾ പണ്ട് മുതലേ ഇത് ഇങ്ങനെയാണ്, ഇത് നല്ലൊരു സംഭവമാണ്, ഇന്നെ സ്റ്റിമുലേറ്റ് ചെയ്യണതാണെന്ന് മനസ്സിലാക്കി വെച്ചതാണ്. ആ മനസ്സിലാക്കൽ നമ്മുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് തന്നെ കാണാം. അത് പതുക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞു പോകണം. അതിന് വേറിട്ട് ഞാൻ അനുഭവം ഉണ്ടാക്കുമ്പോൾ ഈ ലൈംഗികമായിട്ടുള്ള ഉത്തേജനം വിട്ടുപോയി ഉറങ്ങിപ്പോവും. അത് ആവശ്യമില്ലാണ്ടാവും. കാരണം ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ലൈംഗികതയും മറ്റുള്ള വഴക്ക്, തല്ലുപിടുത്തം, പോസസീവ്നെസ്, എനിക്ക് കൂടുതൽ കാശ് വേണം, ഇപ്പോൾ 10 ലക്ഷം രൂപ എൻ്റെ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി, ആ മോഷ്ടിച്ചുകൊണ്ട് പോയി പോയെന്നറിയുമ്പോൾ ആ ഭാഗത്തെ പൈസയ്ക്ക് പകരം അനുഭവം ഞാനുണ്ടാക്കണം. മനസ്സിലായി?
അവിടെയാണ് നമ്മുടെ ക്വാളിറ്റി. അതിന് നിരന്തരം ഈ ഹാപ്പനിങ്ങും ആയിട്ടുള്ള ഒരു ബന്ധം അവിടെ വേണം. എക്സാക്ട്ലി. അപ്പോൾ പൈസ പോയെങ്കിൽ ഞാൻ അനുഭവത്തെ റീപ്ലേസ് ചെയ്തു. അമ്മ മരിച്ചുപോയി, അമ്മ മരിച്ചുപോയി പോയി, അവിടെ റീപ്ലേസ് ചെയ്യേണ്ടത് ഞാൻ അനുഭവത്തെ കൊണ്ടുവരണം. കാരണം അമ്മയുടെ കാലം കഴിഞ്ഞു. അമ്മയ്ക്ക് പകരം വേറെ ഒന്നുമില്ല, ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുകയും അമ്മയ്ക്ക് പകരം വേറെ ആളെ കൊണ്ടുവരികയല്ല. ഒരു ഭാര്യയെ പോയി, അടുത്ത് വേറൊരു ഭാര്യയെ കൊണ്ടുവരികയല്ല. അതാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാര്യ പോയി, മകൻ മരിച്ചുപോയി, അവിടെ പകരം കൊണ്ടുവരണം ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുക. മനസ്സിലായോ? അപ്പോൾ എനിക്കിപ്പോൾ ആശ്രയിക്കാവുന്ന ഒരാൾ, അയാൾ പോയി, ഇനി ഞാൻ ആരെ ആശ്രയിക്കും? ഞാൻ അനുഭവത്തെ സൃഷ്ടിച്ച് അവിടെ സ്ഥിരമായിട്ട് വരണം. അപ്പോഴാണ് ശരിക്കുള്ള നമ്മുടെ കഴിവ് കാണുന്നത്. ഇത് മരിച്ച ആൾക്ക് പകരം വേറെ ആളെ ഉണ്ടാക്കാൻ നോക്കിയാൽ. ഇത് 2 ടൈപ്പിലാണ് ഇതിന്റെ പാറ്റേൺ വർക്ക് ചെയ്യുന്നത്. ഒന്ന്, ആളെന്ത് ചെയ്യും, പതുക്കെ അയാൾ ഐസൊലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അയാൾ ഈ പറയുന്ന മദ്യവും മയക്കുമരുന്നും എന്നുള്ള ഭാഗത്തേക്ക് പോകും. രണ്ടാണെങ്കിലും സത്യത്തിൽ ആളില്ല അവിടെ, അനുഭവം ഇല്ല. അനുഭവം ഉണ്ടെങ്കിൽ ഈ സൈക്കിൾ 2 സൈഡിലും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അവിടെ. നൈമിഷിക സുഖമേ ഉള്ളൂ. അതെ. സങ്കല്പത്തിലോട്ട് പോകുമ്പോഴാണ് പിന്നെ ഒന്നും ആക്ടിവിറ്റി ഇല്ല. കാരണം സങ്കല്പത്തിൻ്റെ അണ്ടറിൽ നമ്മൾ എന്തോ ഒരു അനുഭവത്തിൽ ഇരിക്കുകയാണ്. ഇങ്ങനെ ഞാനുണ്ടാക്കിയതല്ല, സങ്കല്പത്തിൻ്റെ അനുഭവത്തിലാണ്. അപ്പോൾ സങ്കല്പം ഉണ്ടാക്കാനാണ് യൂട്യൂബിൽ കയറി, ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി ഇങ്ങനെ നോക്കി. കാരണം എനിക്ക് തന്നെത്താൻ കഴിവില്ലാത്തതുകൊണ്ടാണ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി ഇങ്ങനെ ഈ ഷോർട്സ് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം അനുഭവം തന്നെത്താൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അനുഭവം ഉണ്ടാക്കുന്നതനുസരിച്ച് യൂട്യൂബ് മറ്റുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഭാഗത്തുനിന്ന് മാറും. ഈ മറ്റുള്ളവരുടെ എല്ലാവരുടെയും കാര്യം അന്വേഷിച്ച് നടക്കുന്നു. എന്തുകൊണ്ടാണ്? തന്നെത്താൻ അനുഭവം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. തന്നെത്താൻ അനുഭവം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ഇൻഡിവിജ്വാലിറ്റി വന്നു. ഞാൻ അനുഭവം ഉണ്ടാക്കി, ബോഡിയിൽ സ്പേസ് ഇല്ല അവിടെ. എക്സാക്ട്ലി. ഞാൻ അനുഭവം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും മറ്റുള്ളവരുമായിട്ടുള്ള അവിഹിതമായിട്ടുള്ള ബന്ധനങ്ങളൊക്കെ ഒഴിവാക്കാൻ തുടങ്ങും. അപ്പോൾ ആണ് പെണ്ണെന്നുള്ള ഭാഗമില്ല. ആണെന്ന് പറയുമ്പോൾ ഒരു അനുഭവമാണ്, പെണ്ണെന്ന് പറയുമ്പോൾ ഒരു അനുഭവമാണ്. ഞാനുണ്ടാക്കിയ അനുഭവം, മറ്റേത് ആണായിട്ടുണ്ടായ അനുഭവമാണ്. ആണായിട്ടുണ്ടാകണമെങ്കിൽ ഒരു പെണ്ണ് വേണം. റിലേറ്റിവിറ്റി വേണം. ഞാനുണ്ടാക്കിയ അനുഭവം എന്ന് പറയുമ്പോൾ ആത്മാവാണ് കാരണം. അതുകൊണ്ട് നിരന്തരമാണ്. അതിന് ഒന്ന് പ്രത്യേകമായിട്ട് വേണ്ട, എല്ലാം കൂടിയിട്ടുള്ള അനുഭവമാണ്. എക്സാക്ട്ലി. സർവ്വതും ചേർന്നിട്ടാണ്. സർവ്വതും മായയല്ല, സർവ്വതും റിയാലിറ്റിയാണ്. മറ്റേത് സർവ്വതും മായ. അതെ. കാരണം എന്താണ്, ആ റിലേറ്റിവിറ്റിയിലുള്ള അനുഭവം മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നൈമൻഷികാണ്, ഇടക്കിടക്ക് കയ്യിൽ നിന്ന് പോണെന്നുള്ള സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. അതെ. അപ്പൊ അവിടെ മായ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അതെ. ഇവിടെ ഞാൻ അനുഭവം ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ട് പിശാച്, ഭൂതം, ബാധ ഇതൊന്നും നമ്മളെ പിടിക്കില്ല. കാരണം ഞാനുണ്ടാക്കിയ അനുഭവത്തിൽ പിശാചിന് കയറാൻ പറ്റത്തില്ല. ഭയത്തിന് സാധ്യതയില്ല. കംപ്ലീറ്റ് ആണ്. അവിടെ ഒരിക്കലും ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ സീരിയൽ കില്ലർമാർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, സത്യത്തിൽ അവരൊക്കെ ഈ ഭയത്തിൻ്റെ ചില വിക്ടിംസ് മാത്രമാണ്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഒരിക്കലും, കാരണം ഒരു ദൈവത്തിനോട് ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് യാതൊരു റിയാക്ഷനും ഇല്ല എന്നതുപോലെ തന്നെ ഒരു കില്ലർ ഒരാളെ കില്ല് ചെയ്തിന് അല്ലെങ്കിൽ കെട്ടി തൂക്കിയിട്ട് കുറേ കാര്യങ്ങൾ സാധിക്കാൻ നോക്കണം. എന്തുകൊണ്ടാണ്? അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആക്ഷൻ അയാൾക്ക് സഹിക്കാൻ പറ്റണില്ല. ഭയത്തിൻ്റെ തന്നെ ഒരു ഭാഗം തന്നെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. അതെ. അയാൾ അനുഭവിക്കുന്ന രീതിയാണ് അയാൾ ഒരാളെ കൊല്ലുന്നത്. കാരണം അയാളിൽ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുക. അയാൾ ഇടക്കിടക്ക് നശിക്കുന്നുണ്ട്. അയാൾ മറ്റുള്ളവരെയും കൊല്ലുന്നു. നശിക്കാത്ത ആളെയും കൊല്ലത്തില്ല. കാരണം അവിടെ ഇൻക്ലൂസീവ്നെസ് വരുന്നില്ല. അതെ, വരുന്നില്ല. ഓൾ ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോൾ എല്ലാവരും ചേർത്ത് പിടിക്കും. കാരണം ഇത് സ്വന്തം കപ്പാസിറ്റി ഓൾറെഡി കൺക്ലൂഡ് ചെയ്ത്. എന്നിട്ട് എന്താണ്, അടുത്ത ആളിൽ നിന്നൊരു ആക്ഷൻ വരുമ്പോൾ ഇവനറിയാം ഇവൻ ഇങ്ങനെ പ്രതികരിക്കുന്നു, ഓൾറെഡി സെറ്റിൽഡ് ആണ് ഇതിൽ. അതെ. ഇപ്പം നീ ഉണ്ടാക്കിയിട്ടുള്ള ശരീരം, അതുകൊണ്ട് ആര് നോക്കിയാലും നിന്നെ ലൈംഗികമായിട്ട് നോക്കുന്ന ഭാഗം വരത്തില്ല. കാരണം നീ ഉണ്ടാക്കിയ ശരീരത്തിൽ ആർക്കും നോക്കാൻ പറ്റത്തില്ല. കാരണം നീ ഉണ്ടാക്കിയ ശരീരമല്ലേ. അവിടെയുള്ള അനുഭവം മാറുന്നത്. സങ്കല്പത്തിലുള്ള ശരീരമാണെങ്കിൽ മറ്റാൾ നോക്കുമ്പോൾ അയാൾ ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ടാണ് നോക്കണത്. അതെ, അവരുടെ നോട്ടം എന്നിൽ അനുഭവം ഉണ്ടാക്കുമ്പോഴാണ് പ്രശ്നമാകുന്നത്, അവരുടെ അടിമയാകുന്നത്. അത് ഉണ്ടാക്കാനുള്ള കാരണം ഞാൻ എന്നിൽ പിന്നെ അതുപോലെ അതാണ് അവിടെയാണ് ഈ സമൂഹമൊക്കെ വരുന്നത്. അതെ. ഞാൻ എന്നിൽ അനുഭവം ഉണ്ടാക്കുമ്പോൾ ആർക്കും എന്നെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർക്ക് നോക്കിയിട്ട് പോകാനേ പറ്റത്തുള്ളൂ. എന്നെ അല്ല നോക്കണത്, എന്റെ മായ തന്നെയാണ് നോക്കുന്നത്. മനസ്സിലായി? എന്നെ നോക്കുന്നില്ല. കാരണം ഞാനുണ്ടാക്കിയ അനുഭവത്തിൽ അവരില്ല. അവിടെയാണ് നമുക്ക് ആ ഒരു പ്യൂരിറ്റി വേണം എന്നുള്ളത് പറയുന്നത്. എക്സാക്ട്ലി. ഇപ്പം നമ്മളിപ്പോൾ ഒരു ക്രീം ഇത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെ സൗന്ദര്യവതിയാക്കുന്ന ക്രീമാന്ന് പറഞ്ഞാൽ ആ ക്രീം തേക്കുമ്പോൾ വരെ നമ്മൾ സത്യത്തിൽ വെട്ടുപോവാണ് അവിടെ. എക്സാക്ട്ലി. കാരണം അതാണല്ലോ പിന്നെ വർക്ക് ചെയ്യണത്. ഞാൻ അനുഭവം ഉണ്ടാക്കാനാണ് ക്രീം തേച്ചത്. മറ്റൊന്ന് ആശ്രയിച്ചിട്ടാണ് മറ്റുള്ളവർ എന്നെ
മറ്റൊന്നിനെ ആശ്രയിച്ചിട്ടാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വലിയ ആളായിട്ട് നിന്നത്. ഇതൊന്നും തേക്കാതെ ഞാനുണ്ടാക്കിയ അനുഭവം അവിടെ വേറെ ആൾക്ക് എങ്ങനെ ഇടപെടാൻ പറ്റും? അവിടെയാണ് ശരിക്കുള്ള ജീവിതം. അവിടെ അപകടവും ഇല്ലല്ല, അപകടവുമില്ല. ഒരു പെണ്ണിനെ അല്ല ഒരു ആണിനെ ഒരാളും ഉപദ്രവിക്കുന്ന ഭാഗം വരുന്നില്ലല്ലോ അവിടെ. ഞാനുണ്ടാക്കിയ അനുഭവത്തിൽ എന്നും നിശബ്ദത. അതെ അവിടെയാണ് നിശബ്ദത വരുന്ന അവിടെയാണ്. അപ്പോഴാണ് സൈലൻസ് എന്താണെന്ന് അറിയുന്നത്. ഞാൻ അനുഭവം ഉണ്ടാക്കി, ഞാനെന്താണ് ആത്മാവാണ്. മറ്റേ വീട്ടുകാരും നാട്ടുകാരും ഉണ്ടാക്കി തന്നാണ്. അവിടെ നോയ്സ് ഉണ്ട്. അവിടെ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്ന് ഈ പറയുന്ന എല്ലാ ഈവൻ അവയവങ്ങൾ വരെ ഇന്ന് മാറ്റി വെക്കുക മനുഷ്യന്മാർ. ഇതെല്ലാം ഈ ഞാനെന്ന് പറഞ്ഞ അനുഭവം കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ. അതെ. ഇപ്പം നമ്മളെന്ന് പറഞ്ഞ ഭാഗത്ത് നീ സംസാരിച്ച് തുടങ്ങി, കുറച്ച് കഴിഞ്ഞപ്പോൾ നീ ഇപ്പോൾ സൈലൻ്റായി. നിൻ്റെ എവിടെയോ ഏതോ സങ്കല്പത്തിൽ പോയെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നീ എവിടെയോ സങ്കല്പത്തിൽ പോയെന്ന് എനിക്ക് തോന്നുന്നു. അത് നമ്മുടെ ഭാഗമാണ്. ഞാനെന്ന് പറഞ്ഞ അവസ്ഥയിൽ അതില്ല, തോന്നേണ്ട കാര്യമില്ല. ഇല്ല, അത് അനുഭവത്തിലുണ്ട്. ഇപ്പോഴും ഞാൻ സൃഷ്ടിച്ച അനുഭവമുണ്ട്. പക്ഷേ ഇങ്ങനൊരു തോന്നലുണ്ട്, എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിനക്ക് നീ എന്താണെന്നും മിണ്ടാതിരിക്കണത് എന്ന് തോന്നുന്ന ഒരു അനുഭവമുണ്ട്. അതല്ലാത്ത, അതുമായിട്ട് ബന്ധമില്ലാത്ത സ്ഥിരമായിട്ടുള്ള ഞാനുണ്ടാക്കുന്ന ഒരു അനുഭവമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഞാനെന്ന് പറയുന്ന അനുഭവം അവിടെ ഉള്ളതുകൊണ്ട് ഇവൾ മിണ്ടാതിരിക്കുന്നതുകൊണ്ടും നേരത്തെ മിണ്ടുന്നുണ്ടായിരുന്നു, ഇപ്പം എന്താ മിണ്ടാത്തത്, ആ ഒരു ഭാഗം ബുദ്ധി